ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നല്ല മുരിങ്ങക്കോലും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങെല്ലാം ഇട്ടിട്ടുള്ള നല്ല അടിപൊളി കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാമ്പാറാണെന്ന് വെച്ചാൽ സാമ്പാറല്ല, എന്നാൽ അതിൻ്റെ വകയിൽ ആരെങ്കിലും ആയിട്ടും വരുന്നൊരു ടൈപ്പ് ഒരു നല്ല അടിപൊളി കറിയാണ്. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഇവിടെ ഒരു 1/4 കപ്പ് ചുവന്ന പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകിയിട്ട് നമ്മൾ കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി, അതുപോലെ തന്നെ 2 തക്കാളി, അതുപോലെ തന്നെ ഒരു 2 ചെറിയ സൈസ് ഇതാണ് എടുത്തിട്ടുള്ളത്. മുരിങ്ങക്കോല്, ഒരു വലിയ ഉരുളക്കിഴങ്ങ് എല്ലാം കൂടി ഒന്നിച്ചാണ് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മുളക്, അതായത് തേങ്ങ അരച്ച കറിയല്ല, മുളക് കറിയാണ്. അതിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ടെന്നുള്ള വ്യത്യാസം, എന്നാലും പക്ഷേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. ഇതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ, ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സാമ്പാറെല്ലാം ആക്കുമ്പം എല്ലാ കഷ്ണങ്ങളും വേറെ വേറെ വേവിച്ചിട്ടെല്ലാം ഉണ്ടാക്കണ്ടേ. ഇതാകുമ്പം എല്ലാം കൂടി നമ്മൾ പെട്ടെന്ന് ഒരുമിച്ച് കുക്കറിൽ ഒരു വിസിൽ അടുപ്പിച്ചാൽ തന്നെ നമ്മൾ അടിപൊളിയായിട്ടുള്ള കറി റെഡി ആവും. മുരിങ്ങക്കൊല്ലെല്ലാം കിട്ടിയാൽ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കില്ല. ആദ്യം കുറച്ച് ടൈമൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുത്താൽ നമ്മുടെ എല്ലാ കഷ്ണങ്ങളും വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ വേറെ എന്തെങ്കിലും കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ, ക്യാരറ്റോ അല്ലെങ്കിൽ കുമ്പളോ അങ്ങനെ ഇഷ്ടമുള്ള കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മളെ കഷ്ണങ്ങളെല്ലാം ഒന്ന് നല്ലവണ്ണം വെന്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുറച്ച് വെള്ളം കുറവായിട്ടാണ് കുറച്ച് കട്ടിയായിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാലെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കുറച്ചൊന്ന് കാച്ചി കൊടുക്കാം. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പിലയും വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതെല്ലാം ചേർത്തിട്ട്, ഉലുവ ഉണ്ടെങ്കിൽ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. കറിവേപ്പിലയും എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ വേവിച്ച നമ്മുടെ കറി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുളക് പൊടി എന്ന് വെച്ചാൽ മഞ്ഞളും മല്ലിയും എല്ലാം ഒന്നിച്ച് പൊടിക്കുന്നതുകൊണ്ടാണ് ഒന്നിച്ചിട്ട് വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കാണ്ടിരുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങേൻ്റെ 1/4 പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുക്കറിൽ കുറച്ച് ഒഴിച്ചിട്ട് അങ്ങനെ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് തിളച്ച് വന്നാൽ, ഈ ഒരു തിളച്ച് വന്നാൽ നമുക്ക് നമ്മളെ കറി റെഡി ആയി കിട്ടും. ഇനി ഈ ഒരു ടൈം ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പും എല്ലാം ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ചില ആളിങ്ങനെ വെക്കുമ്പം ഇതിൽ പുളിയെല്ലാം ആഡ് ആക്കുന്നുണ്ട്. പക്ഷേ പുളീൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ തക്കാളീൻ്റെ പുളിപ്പ് തന്നെ കറിക്ക് നല്ല അത്യാവശ്യം പുളിയെല്ലാം തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ബൈ.